ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കഴിവുകളുണ്ടല്ലേ. പക്ഷെ ആ കഴിവ് എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റുള്ളവർ ഓരോന്ന് ചെയ്യുമ്പോൾ അത് കണ്ട് വിഷമിച്ചിരിക്കും, എനിക്കൊരു കഴിവില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്ന്. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. കഷ്ടപ്പെട്ടവർ മാത്രമാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവിനെ എങ്ങനെ ഉണർത്തിയെടുക്കാം? അതിപ്പോൾ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ല ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സ്ട്രെസ്സായ സമയത്ത് ആലോചിക്കരുത്. നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചിന്തിക്കുക. നമ്മളെല്ലായ്പ്പോഴും ഭയങ്കര സ്ട്രെസ്സായിരിക്കുന്ന സമയത്തായിരിക്കും പല തീരുമാനങ്ങൾ എടുക്കുക. ചിലപ്പോൾ വീട്ടിൽ വല്ല പ്രശ്നങ്ങളോ ഫിനാൻഷ്യലി വല്ല ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളപ്പോൾ സ്വയം നമ്മളെ തന്നെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, മറ്റുള്ളവരുടെ ജീവിതം എത്ര സക്സസ് ആണ്, അവരങ്ങനെ ചെയ്തിട്ടാണ് സക്സസ് ആയത്, അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നൊക്കെ ആലോചിക്കില്ലേ. എന്നിട്ട് നമ്മൾ പെട്ടെന്നൊരു തീരുമാനം അങ്ങ് എടുക്കും. നമ്മൾ മൈൻഡ് സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് എന്ത് തീരുമാനം എടുത്താലും അത് ഒരിക്കലും ശരിയായ രീതിയിലാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഒന്നിരുന്ന് ഫ്രീ ആയ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ വേണം എന്തും ആലോചിച്ച് തീരുമാനിക്കാൻ. നമ്മൾ സ്ട്രെസ്സായി ഇരിക്കുന്ന സമയത്ത് ആലോചിച്ചെടുക്കുന്ന തീരുമാനം ഒരിക്കലും സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്ന് പറഞ്ഞു, നമ്മൾ എങ്ങനെ ആലോചിക്കണം, എന്താലോചിക്കണം, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ. നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള കാലം അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോളേജ് ആ ഒരു കാലഘട്ടം, ആ ഒരു കാലങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പലരും പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കുമല്ലേ. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പഠിപ്പ് മുടങ്ങിക്കാണും. കല്യാണം, കുട്ടികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പഠിപ്പ് മുടങ്ങിക്കാണും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൺലൈനായിട്ടാണെങ്കിലും അല്ലാതെയും നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ. അപ്പോൾ അന്ന് മുടങ്ങിയ പഠിപ്പ് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും. നമ്മളതൊരു ജോബിന് വേണ്ടിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് പല കോഴ്സുകളാണെങ്കിലും പലതും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൈം മാറ്റി വയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ടാണെങ്കിൽ പലതരം കമ്പ്യൂട്ടർ കോഴ്സസ് ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ PSC കോഴ്സിന് പോവാം, അല്ലെങ്കിൽ TTC, PPTC, അങ്ങനെ ഒരുപാട് കോഴ്സുകളുടെ എണ്ണങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ പല ആളുകളും പല എക്സ്ക്യൂസുകളാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അതായത് ഭർത്താവ്, കുട്ടികൾ, വീട്, ബാധ്യതകൾ, ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുന്ന സമയമല്ല, പഠിക്കാനുള്ളൊരു മനസ്സില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ ഒരു എക്സ്ക്യൂസസ് മാത്രമാണ്. കാരണം നമുക്ക് വേണമെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഈ എക്സ്ക്യൂസസ് ഒന്നുമല്ല. ഞാനതിന് വലിയൊരു ഉദാഹരണം പറഞ്ഞിട്ട്, നമുക്ക് രാവിലെ നേരത്തെ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം, നമ്മൾ ദിവസം 6 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങിയില്ല. കാരണം നമുക്ക് നേരത്തെ എണീക്കണം. നമ്മുടെ ആ ഒരു മനസ്സ് നമ്മൾ അപ്പോഴേ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മനസ്സിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നന്നായി ചിത്രം വരയ്ക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കവിതകൾ എഴുതാനും കഥകൾ എഴുതാനും ഒക്കെ കഴിവുകളുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉള്ളിലൊതുക്കി സമൂഹത്തിൽ ഒരു കഴിവും ഇല്ലാത്ത ആളായിട്ട് ജീവിക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലാവും. ആ സ്മാർട്ട് ഫോൺ തന്നെ മതി നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ. പല ഇൻ്റർവ്യൂസിൽ, പല സക്സസ് ആയ ആളുകളുടെ ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അവരുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ പണ്ട് മുതലേ ആ കാര്യത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു, ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു എന്നൊക്കെ. അതെ, ആ ചെറുപ്പത്തിലുള്ള ആ ഒരു താല്പര്യത്തിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വലുപ്പത്തിലേക്ക് അത് സക്സസ് ആയിട്ട് വരുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാം. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ മിക്കവാറും പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു പാവക്കുട്ടി ഉണ്ടാവില്ലേ. ആ പാവക്കുട്ടിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് കൊടുത്തും ആ പാവക്കുട്ടിക്ക് കണ്ണെഴുതി പൊട്ട് തൊട്ടും മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടൊക്കെ കളിച്ച് നടന്നിരുന്ന ഒരു ബാല്യം നമ്മൾക്ക് ഉണ്ടാവില്ലേ. ഒന്നും അറിയാത്ത ആ ഒരു പ്രായത്തിൽ നമ്മളൊരു പാവക്കുട്ടിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇന്നൊരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പൊക്കൂടാ? എന്തുകൊണ്ട് നമുക്കൊരു ഷോപ്പ് തുടങ്ങിക്കൂടാ? ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമുക്കുള്ള ഡ്രസ്സുകൾ നമുക്ക് തന്നെ തയ്ച്ചെടുത്തൂടെ? അന്ന് നമ്മൾ പാവക്കുട്ടിക്ക് നമ്മൾ കണ്ണെഴുതി പൊട്ട് തൊട്ട് മുടിയൊക്കെ ശരിയാക്കി കൊടുത്തെങ്കിൽ നമുക്ക് ഇന്ന് എന്തുകൊണ്ടൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകൂടാ? എന്നിട്ട് നമുക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കൂടെ? നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. അതാണ് സത്യം. നമ്മുടെ ഉള്ളിലെ കഴിവുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എന്തൊക്കെയാണെന്ന്.
പിന്നെ കഴിവുകൾ ഒന്ന് പ്രാവർത്തികമാക്കി അതിലൊരു സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ടാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിൽ പലരും തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടായിരിക്കും, തടി കൂട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ടായിരിക്കും. തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരാൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ തടി ഒരിക്കലും കുറയില്ല. മനസ്സിൽ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം ആഗ്രഹിക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും സക്സസ് കാണുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട്, ഇനിയിപ്പോൾ എത്രയും വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തിനാ, ഇനിയിപ്പോൾ അധിക കാലമൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ മരണം എപ്പോഴാണെന്ന് നമ്മൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ, ഒരു പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ കഴിവുകളൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ അതുപോലെ ജീവിക്കണം, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവണം. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം, ഓർക്കണം. അപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുകയല്ലേ ഓരോരുത്തരുടെയും ഉള്ളിൽ. അപ്പോൾ പ്രായം അതൊരു എക്സ്ക്യൂസായിട്ട് ഒരിക്കലും കാണാതിരിക്കുക. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതം ഒരു സീരിയലാക്കാം, എൻ്റെ ജീവിതം ഒരു നോവലാക്കാം, അത്രയുണ്ട് എന്നൊക്കെ പറയും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾക്കൊരു ബുക്കിൽ എഴുതി വെച്ചുകൂടാ? അതിലൊരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കും, പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കും, ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എല്ലാം നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെ പ്രായം ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് കഴിവുകളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്തും നമ്മുടെ വിരൽത്തുമ്പിലാണ്, നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, നമുക്ക് എന്തും പഠിക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കഴിവില്ലാത്തവരാണ് എന്നൊരിക്കലും പറയരുത്. നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ പുറത്ത് നമ്മൾ തന്നെ കൊണ്ടുവരണം. നമ്മൾ ചിന്തിക്കുക, നമ്മളെന്താണ്, നമ്മൾ ആരാണ്, നമ്മളെങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലെ ആ കഴിവുകളെ ഉണർത്തിയെടുക്കാനും പറ്റും. അത് സക്സസ് ആയ ഒരു ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. 2 മാസം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിഞ്ഞു, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പോവുകയാണ്, 2025ലേക്ക്. പുതിയൊരു വർഷം വരുമ്പോൾ നമ്മൾ പല തീരുമാനങ്ങളെടുക്കും. ഈ ന്യൂ ഇയറിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പല തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്തിനാണ് നമ്മളൊരു ന്യൂ ഇയർ വരുന്നത് വരെ കാത്തു നിൽക്കുന്നതിനാ? നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം മുതൽ തന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങാം. ഒരു ന്യൂ ഇയറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെല്ലാം ചെയ്തിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു കഴിവിനെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ചെറിയ കാര്യങ്ങളിലും തുടങ്ങാം. ചെടികൾ വെച്ച് പിടിപ്പിക്കുക, പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുക, കോഴി വളർത്തൽ, ആട് വളർത്തൽ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? പതിയെ നമുക്ക് അതിനോട് ഇഷ്ടം തുടങ്ങും. നമ്മൾ ഒരു ചെടി വളർത്തി അതിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇനിയും ചെടികൾ വളർത്തണം എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ നമ്മളെ സന്തോഷിപ്പിക്കില്ലേ, അത് വളരെ മനോഹരമായിട്ടുണ്ട്, അങ്ങനെ എന്നുള്ളതൊക്കെ. അപ്പോൾ മറ്റുള്ളവർ നമ്മൾക്കൊരു പോസിറ്റീവ് വൈബ് തരുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടം തുടങ്ങും. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.